അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ സെയിൽസ് ജേർണി ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ ഞാൻ ഇവിടെ നമ്മളെ ഒരു കഴിഞ്ഞ വീക്കും ഈ വീക്കും ആയിട്ടുള്ളൊരു കമ്പാരിസനാണ് സെയിൽസിൽ ഒരു സെയിൽസ് പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്കും അതുപോലെ തന്നെ ഈ അതിന് മുമ്പത്തെ വീക്കും ആയിട്ടുള്ള ഒരു ഡിഫറൻസ് അതായത് ഒരു 8K ഡിഫറൻസ് ആണ് നമുക്ക് കാണിക്കുന്നത്. അതായത് 8K ലെസർ ആയിട്ടാണ് ഈ ഒരു കഴിഞ്ഞ വീക്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിന് മുമ്പത്തെ വീക്കിൽ അതിനേക്കാൾ ഒരു 8K കൂടുതലായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇത് സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ കവർ ചെയ്തിട്ടുള്ള ഒന്നാമത്തെ ഒരു പഠനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കവർ ചെയ്തിട്ടുള്ള സ്റ്റോറുകൾ അറൗണ്ട് അല്ല കറക്റ്റായിട്ട് 102 കസ്റ്റമറാണ് ഈ വീക്കിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിന് മുമ്പത്തെ വീക്കിൽ നമ്മൾ കവർ ചെയ്തത് 134 കസ്റ്റമറാണ്. അപ്പോൾ അവിടെ ഒരു 32 കസ്റ്റമേഴ്സിന്റെ ഒരു ഷോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുറവായിരിക്കും, മേ ബി കുറവാണ് അവിടെ ആ ഒരു എമൗണ്ട് ഡിഫറൻസ് വരാൻ കാരണം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 32 കസ്റ്റമർ കുറവാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം, ഈ ഒരു 8K കുറയാൻ കാരണം. പിന്നെ രണ്ടാമത്തെ കാരണം എന്താ, ഒരു റൂട്ട് നമ്മൾ മിസ്സായി. നമ്മൾ വീക്കിലി ഒരു 5 റൂട്ട് നമുക്കുണ്ട്. അത് മൺഡേ ടു സാറ്റർഡേ ഫ്രൈഡേ അല്ല സാറ്റർഡേ നമ്മൾ ഓരോ റൂട്ടുകളുണ്ട് ഓരോ ഏരിയക്ക്. അപ്പം ആ റൂട്ടൊന്ന് മിസ്സായിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഈ വീക്കിൽ നമ്മളൊരു 27K ഡെപ്റ്റാണ് നമുക്ക് ഇപ്പോൾ കറൻലി ഉള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു റൂട്ടിൽ മാത്രം 27K പിന്നെ ഡെപ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഗതിയാണ് ഈ വീക്കിൽ നടന്നിട്ടുള്ള ഒരു ജസ്റ്റ് അനലൈസിങ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിനുള്ള സൊല്യൂഷനാണ് കണ്ടത്. നമുക്ക് ഇതിൽ എങ്ങനെ നമുക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാം എന്നുള്ളതാണ് സൊല്യൂഷൻ. നമ്മൾ ഒരു ബെറ്റർ ആക്കിയിട്ട് 1% ബെറ്റർ എവറി ഡേ ഈക്വൽ 365% ബെറ്റർ a year. Okay, so we can do that. നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തിയ എന്താ വെച്ചാൽ, ഇവിടെ നമുക്ക് വന്ന ഒരു ഫസ്റ്റ് കണ്ടെത്തിയ സംഗതി ഒരു 32 കസ്റ്റമർ ഷോർട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ, ഈ ഒരു 32 കസ്റ്റമറെ കൂട്ടിയെടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബിസിനസ് പരമായിട്ട് നോക്കുമ്പോൾ കസ്റ്റമറെ കൂടുതൽ കാണുക എന്നുള്ളതല്ല നമ്മളൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ. എന്താണെന്ന് വെച്ചാൽ, കസ്റ്റമറെ കൂടുതൽ കാണുക എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു ടൈം കൺസ്യൂമിങ് ആണ്, അതുപോലെ തന്നെ ഒരു കോസ്റ്റ്ലിയും കൂടെയാണ്. കാരണം നമ്മൾ പിന്നെ റീറ്റെയിലാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഓട്ടം അതായത് എക്സ്പെൻസ് ആയിട്ടാണ്. അപ്പോൾ കോസ്റ്റ് കൂടും കസ്റ്റമർ അക്വിസിഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരു പ്രാക്ടിക്കൽ വേ അല്ല. പിന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഹോൾസെയിലേഴ്സിനെ കൂടുതൽ കണ്ടിട്ട് ഹോൾസെയിൽ ഷോപ്പുകൾ കൂട്ടുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നത് കറൻലി റീറ്റെയിൽ സ്റ്റോറുകളിൽ ആണ് നമ്മൾ മെയിനായിട്ട് നമ്മളെ പ്രോഡക്റ്റ് ഷോക്കേസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഹോൾസെയിൽ ഷോപ്പുകളാക്കിയിട്ട് ഹോൾസെയിൽ ഷോപ്പുകളുടെ കൗണ്ട് കൂട്ടണം. അപ്പോൾ പിന്നെ അതാണ് മറ്റൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഒരു പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻ അതാണ്, ഹോൾസെയിൽ ഷോപ്പുകളുടെ എണ്ണം കൂട്ടാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കറൻലി 14 ഹോൾസെയിലേഴ്സേ ഉള്ളൂ. അപ്പോൾ റീറ്റെയിലേഴ്സ് 356 അല്ലെങ്കിൽ അതിൽ കൂടുതലാവാനാണ് ചാൻസ്. അപ്പം അത്രത്തോളം റീറ്റെയിലേഴ്സ് ആണുള്ളത്. അപ്പം നമുക്ക് സർവൈവ് ചെയ്ത് പോകാനുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ഗ്രോത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ സെയില്, അതായത് റീറ്റെയിൽ ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ക്വാണ്ടിറ്റി വെക്കുള്ളൂ. അതുപോലെ തന്നെ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. കാരണം
അവർ പോകുന്നതിനനുസരിച്ചാണ് വെക്കുക. പിന്നെ നമുക്ക് പണി കൂടുതലുമാണ്. അപ്പം ഈ ഹോൾസെയിലേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് പിന്നെ നമ്മളൊരു സെന്ററിലേക്ക് ഡെലിവറി ചെയ്താൽ മതി, ബാക്കി അവിടുന്ന് ഫുൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തോ ആ ഒരു ടൈപ്പ്. അപ്പം ആ ഹോൾസെയിലേഴ്സ് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർമാരെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റത്തെ ഒരു വീക്കിൽ നമ്മളത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം ഇനി നമുക്ക് ഓരോ ഡേ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഡേ ടു ഡേ കമ്പയറിങ്, ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.